കേരള സർവകലാശാല യുവജനോത്സവത്തിൽ അക്രമമുണ്ടാക്കിയ കോളേജുകളെ വിലക്കണമെന്ന സിൻഡിക്കേറ്റ് ഉപസമിതി റിപ്പോർട്ട്. ഒരു വർഷത്തേക്ക് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതടക്കമുള്ള യുവജനോത്സവ പ്രവർത്തനങ്ങളിൽ നിന്ന് ഇവരെ മാറ്റി നിർത്തണം. തടഞ്ഞുവച്ചിരിക്കുന്ന ഗ്രൂപ്പ് മത്സരങ്ങളിലെ ഗ്രേസ് മാർക്ക് സർട്ടിഫിക്കറ്റുകളിൽ വൈസ് ചാൻസലർ ഒപ്പിടണമെന്നും ഉപസമിതി ആവശ്യപ്പെട്ടു. സംഭവബഹുലമായിരുന്നു ഇക്കഴിഞ്ഞ കേരള സർവകലാശാല യുവജനോത്സവം. വിധി നിർണയത്തെ ചൊല്ലി തുടങ്ങിയ തർക്കം സംഘർഷത്തിലേക്കും മേള മൊത്തത്തിൽ ഉപേക്ഷിക്കുന്നതിലേക്കും കാര്യങ്ങൾ എത്തിച്ചു. ഗൗരവത്തോടെ കാണേണ്ട വിഷയം എന്നതായിരുന്നു സംഭവം അന്വേഷിച്ച സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ നിരീക്ഷണം. പ്രശ്നങ്ങൾ സർവകലാശാലയ്ക്ക് ആകെ നാണക്കേടുണ്ടാക്കിയതിനാൽ കർശന നിലപാട് സ്വീകരിക്കണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. തിരുവാതിര മത്സരം അലങ്കോലപ്പെടുത്തിയ 4 കോളേജുകൾക്കെതിരെ അച്ചടക്ക നടപടി വേണം. ഇവിടെ നിന്നാണ് എല്ലാ പ്രശ്നങ്ങളും തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇവരെ ഒരു വർഷം പൂർണ്ണമായും യുവജനോത്സവത്തിൽ നിന്ന് മാറ്റി നിർത്തണമെന്നതാണ് ഉപസമിതിയുടെ നിലപാട്. ഗ്രൂപ്പ് ഇവന്റുകളിലെ 800ഓളം ഗ്രേസ് മാർക്ക് സർട്ടിഫിക്കറ്റുകൾ വേഗത്തിൽ അനുവദിക്കണമെന്നും VC-ക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നു. എന്നാൽ ഉപസമിതി റിപ്പോർട്ടിന് വ്യക്തതയില്ല എന്നാണ് വൈസ് ചാൻസലറുടെ നിലപാട്. ഗ്രൂപ്പ് മത്സരങ്ങളിൽ വിധി നിർണയത്തിൽ ക്രമക്കേട് നടന്നെന്ന ആക്ഷേപത്തെ തുടർന്ന് സർട്ടിഫിക്കറ്റുകളിൽ ഒപ്പുവയ്ക്കാൻ VC വിസമ്മതിച്ചിരുന്നു. ഗ്രൂപ്പ് ഇനങ്ങൾ വഴി അനർഹരായ വിദ്യാർത്ഥികൾക്ക് മാർക്ക് ദാനം ചെയ്യാൻ ശ്രമിക്കുന്നു എന്നായിരുന്നു ആരോപണം. ഗ്രേസ് മാർക്ക് വിഷയത്തിൽ നേരത്തെയുള്ള നിലപാട് തന്നെ ഉപസമിതിക്ക് മുന്നിലും വൈസ് ചാൻസലർ സ്വീകരിച്ചു. സിൻഡിക്കേറ്റിൽ ചർച്ച ചെയ്യാതെ VC ഉപസമിതിയെ അറിയിച്ചു. വരുന്ന 31-ന് അടുത്ത സിൻഡിക്കേറ്റ് യോഗം ചേരുമ്പോൾ റിപ്പോർട്ടിലെ ഉള്ളടക്കം വലിയ തർക്കങ്ങൾക്ക് വഴിവെച്ചേക്കാം. ഗോപാൽ ശീലാസനൽ, മീഡിയ 1, തിരുവനന്തപുരം.